വേടൻ തന്നെയാണ് താരം. വേടൻ്റെ വാക്കുകൾ, വേടൻ്റെ പാട്ടുകൾ, എന്താണോ വേടൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ഗുണം ചെയ്യുന്നു. അത് എവിടെയാണോ തറക്കേണ്ടത് അവിടെ തന്നെ ചെന്ന് തറക്കുന്നു. ആരെയാണോ വേദനിപ്പിക്കേണ്ടത് അവർക്ക് വേദനയുണ്ടാകുന്നു. അവരുടെ ആശയങ്ങൾ തകിടം മറിയുമെന്ന പേടിയുണ്ടാകുന്നു. ആരാണ് വേടൻ്റെ പാട്ട് ഏറ്റെടുക്കുന്നത്? യുവതലമുറ വേടനെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നു. വേടൻ്റെ പാട്ടുകൾ മാത്രമല്ല, വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയമുണ്ട് പാട്ടിലൂടെ, അവർ അത് ചേർത്ത് വെക്കുന്നു. വേടൻ്റെ പാട്ട് കേൾക്കാൻ വരുന്നവർക്ക് ജാതിയില്ല, മതമില്ല. അവർ ഒന്നടങ്കം ഉറപ്പിച്ചു പറയുന്നു, മനുഷ്യത്വമാണ്, മനുഷ്യനാണ് ഒന്നാം സ്ഥാനത്ത്, അത് കഴിഞ്ഞേ ഉള്ളൂ എല്ലാം എന്ന്. എന്തിനാണ് ജാതി? എന്തിനാണ് മതം? എന്തിനാണ് ജാതി വിവേചനം? എന്തിനാണ് നിറം പറഞ്ഞ് വിവേചനം? ഈ ചോദ്യങ്ങൾ ഒന്നടങ്കം ചോദിക്കുന്നത് വേടൻ മാത്രമല്ല, കേൾക്കാനെത്തുന്ന ലക്ഷക്കണക്കിന് പുതുതലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരാണ്. അതാണ് RSSനെ വേദനിപ്പിക്കുന്നത്. അതാണ് RSSന് ആശങ്കയാകുന്നത്. അതാണ് RSS പ്രതികരണമായി വരുന്നു. കഴിഞ്ഞ ദിവസമാണ് NR മധുവിന്റെ പ്രതികരണം വന്നത്. ആ പ്രതികരണത്തിന് എതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DYFI കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ശ്യാം മോഹൻ പോലീസിന് പരാതി നൽകി. സ്വാഭാവികമായും പോലീസ് കേസെടുക്കേണ്ടി വരും. പിന്നെ എന്തിനാണ് കേസെടുക്കുക? എന്താണ് പറഞ്ഞത്? എത്ര രൂക്ഷമായിട്ടാണ് കേരളത്തിൽ മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ NR മധു എന്ന കേസരിയുടെ പത്രാധിപർ RSS നേതാവ് ശ്രമിച്ചത്? ആ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം. ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും. വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ്. വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട്. സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ്. അത്തരം കലാഭാസങ്ങൾ നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. കേസെടുത്ത് കർശന നടപടി സ്വീകരിക്കണം. ഇനി ആരും ഇത് ഏറ്റെടുക്കരുത്. ഇനി ആരും ഇതുപോലെ സംസാരിക്കരുത്. മതവിദ്വേഷം പടർത്താനുള്ള ശ്രമങ്ങൾ നടത്തരുത്. ജാതീയ ഭീകരവാദം എന്നൊക്കെയാണ് ഉപയോഗിക്കുന്ന വാക്കുകൾ. വേടന് പിറകിൽ ഇന്ത്യയെ വിഘടിക്കാൻ ശ്രമിക്കുന്നവരുടെ ശക്തികളുണ്ട്. ആരാണ് വേടനെ സ്പോൺസർ ചെയ്യുന്നത്? അവർ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ് എന്നുവരെ പറഞ്ഞു വെക്കുന്നു. എന്ന് വെച്ചാൽ വേടൻ രാജ്യദ്രോഹിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നിടത്തേക്ക് ഇവരുടെ പ്രചാരണം വരുന്നു എന്ന് വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ജനങ്ങളാണ്. ആ പ്രതികരണം ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം നിയമപരമായ പ്രതികരണങ്ങളും നിയമപരമായ നടപടികളും ഉണ്ടാകണം. അതാണ് DYFI പരാതി നൽകിയത് പോലീസിന്. പോലീസ് സജീവമായി ഈ പ്രശ്നത്തിൽ ഇടപെടുമെന്നും മതവിദ്വേഷ പ്രസംഗം നടത്തിയതിന്, സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിച്ചതിന്, NR മധുവിനെതിരെ, കേസരി പത്രാധിപർക്കെതിരെ, RSSന്റെ നേതാവിനെതിരെ നടപടി എടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഇത് കേരളമാണ്. മലയാളികൾ ഒന്നടങ്കം ഒറ്റ ശബ്ദത്തിൽ പറയുന്നത് നമുക്ക് ജാതി വേണ്ട, മതം വേണ്ട, മനുഷ്യനായാൽ മതി എന്നാണ്. അത് ഇന്ന് പറഞ്ഞതല്ല, വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരു മലയാളികളോട് പറഞ്ഞതാണ്. കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദനുണ്ട്. അതിൽ നിന്ന് കേരളം ഇത്രയും മാറി സ്നേഹത്തോടെ, പരസ്പര വിശ്വാസത്തോടെ എല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു കേരളമായി ഇത് മാറിയിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്തേണ്ടത് യുവതലമുറയുടെ യുവത്വത്തിൻ്റെ കടമ കൂടിയാണ്. അതാണ് വേടനിലൂടെ നമ്മുടെ
പുതുതലമുറ ചെയ്യുന്നത്. അത് നശിപ്പിക്കാനാണ് RSSും സംഘപരിവാറും BJPയും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരെ ഒറ്റക്കെട്ടായി ഒരേ ശബ്ദത്തിൽ സംസാരിക്കേണ്ടത് മലയാളികളാണ്. അത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം വർഗീയ പ്രചാരണം നടത്തുന്ന, മതവിദ്വേഷം പടർത്തുന്ന, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന RSSന്റെ BJPയുടെ NR മധുവിനെ പോലെയുള്ള നേതാക്കൾക്കെതിരെ നടപടിയും ഉണ്ടാകണം. അതിനാണ് ഇപ്പോൾ DYFI ഇറങ്ങിയിരിക്കുന്നത്. അത് സഫലമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. you